വിവോയുടെ വിവോ X100 അൾട്ര എന്ന പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X100 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം വളരെ കൂടിയ 2K റെസൊല്യൂഷനൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ E7 AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈനുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ചെറുതായിട്ട് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും ആയിരിക്കും വരിക. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സാറ്റലൈറ്റ് വഴി നമുക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി LYT900ൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ ഇതിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇത് കൂടാതെ 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. പിന്നെ 200 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ഒരു 50 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ തന്നെ ഇതിൽ വന്നേക്കാം. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ സുയിസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ വളരെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അതുമാത്രമല്ല വിവോയുടെ X സീരീസിൽ വരുന്ന ഫോണുകളിൽ പൊതുവെ വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സീസണൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5400 mAhന്റെ ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും മിക്കവാറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Type C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ May 13 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലല്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 6699 യുവാൻ എന്ന പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 77,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് വളരെ മികച്ച ഫീച്ചേഴ്സ് തന്നെയാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ വളരെ മികച്ച ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഒക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഫോണിൻ്റെ വില കുറച്ചുകൂടി കൂടാൻ ചാൻസ് ഉണ്ട്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ വില 1 ലക്ഷത്തിൻ്റെ മുകളിലും പോയേക്കാം. എന്തായാലും വിവോയുടെ വിവോ X100 അൾട്ര എന്ന പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.